ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെ വിഭജന ഭീകരത ദിനാചരണത്തിലും സർക്കാർ ഗവർണർ പോരുകെടുക്കുന്നു. സ്വാതന്ത്ര്യ ദിനത്തലേന്ന് സർവകലാശാലകളിൽ ദിനാചരണം നടത്താൻ 14 യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർക്ക് ഗവർണർ കത്ത് നൽകിയിരുന്നു. എന്നാൽ കേരള, കണ്ണൂർ യൂണിവേഴ്സിറ്റികൾ ഇത് നടപ്പാക്കാൻ കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയതോടെയാണ് സംഭവം വിവാദമായത്. മുഖ്യമന്ത്രിയുടെ എതിർപ്പ് അവഗണിച്ച് കോളേജുകളിൽ ദിനാചരണം നടത്താൻ വിസിമാർ തയ്യാറായതോടെ സർക്കാർ അതിശക്തമായി പ്രതികരിച്ചു. മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ഗവർണർക്കെതിരെ രംഗത്തെത്തി. എന്തായാലും വിഭജന കാലത്തെ ദുരിതങ്ങൾ ചർച്ചയാക്കാനുള്ള ഗവർണറുടെയും RSSന്റെയും അജണ്ടയിൽ സർക്കാരും ഇടത് സംഘടനകളും വീഴുന്നതാണ് ഇപ്പോൾ കാണുന്നത്. വിഭജന കാലത്ത് ഇന്ത്യക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകളും ദുരിതങ്ങളും അനുസ്മരിക്കുന്ന സെമിനാറുകളും മറ്റും നടത്താനാണ് കോളേജുകൾക്ക് നിർദ്ദേശം. 2021 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരമാണ് വിഭജന ഭീകരത ഓർമ്മ ദിനം ആചരിക്കുന്നത്. 2022 UGCയും ഇതേക്കുറിച്ച് നിർദ്ദേശം നൽകിയിരുന്നു. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കണമെന്ന് നേരത്തെ ഗവർണർ വിസിമാർക്ക് കത്തെഴുതിയിരുന്നു. RSSന്റെ പരിപാടിയാണെന്നും ഒരു തരത്തിലും അംഗീകരിക്കപ്പെടില്ലെന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. പിന്നാലെ ഗവർണറുടെ നിർദ്ദേശം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി രംഗത്തെത്തി. അതേസമയം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് കൈമാറുക മാത്രമാണ് ചെയ്തതെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. RSS അജണ്ട നടപ്പാക്കാൻ സർവകലാശാലകളെ വിട്ടു നൽകില്ലെന്ന മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് കേരള സർവകലാശാല കോളേജുകൾക്ക് സർക്കുലർ അയച്ചു. പിന്നാലെ വൈകിട്ടോടെ അത് പിൻവലിച്ച് കോളേജുകളുടെ ഇഷ്ടപ്രകാരം ദിനാചരണം നടത്താമെന്ന് പുതിയ സർക്കുലർ നൽകി. ഇതിന് പിന്നാലെ കോളേജ് വികസന കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ ബിജു രാജിവെച്ചു. ക്യാമ്പസുകളിൽ സെമിനാറുകൾ, പ്രസംഗങ്ങൾ, നാടകങ്ങൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് സർക്കുലറിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് ആക്ഷൻ പ്ലാൻ ഗൂഗിൾ ഫോമിൽ ലഭ്യമാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇത്തരത്തിൽ പരിപാടികളുടെ വിവരങ്ങൾ ക്രോഡീകരിച്ച് വിസിമാർ ഗവർണറുടെ ഓഫീസിലേക്ക് അയക്കും. മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും ഉൾപ്പെടെ സർക്കാർ കേന്ദ്രങ്ങൾ അതിശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നതിനിടെയാണ് പരിപാടികളുമായി വിസിമാർ മുന്നോട്ടു പോകുന്നത്. 2021 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ദിനാചരണം പ്രഖ്യാപിച്ചത്. തുടർന്ന് കേന്ദ്ര സർക്കാർ ഓഗസ്റ്റ് 14 പ്രത്യേക ദിനാചരണം സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നത് മുതൽ സർവകലാശാലകളിലും സ്കൂളുകളിലും ഓഗസ്റ്റ് 14 ദിനാചരണം നടത്താൻ സർക്കുലർ അയക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം പരിപാടികളൊന്നും കേരളത്തിൽ സാധാരണ നടക്കാറില്ല. ഇന്ത്യയുടെ വിഭജനത്തിൽ കോൺഗ്രസിനെയും മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും വിമർശനം ഉന്നയിക്കാറുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീകരത സ്മരണ ദിനമായി ആചരിക്കാനുള്ള നിർദ്ദേശമെന്നാണ് ആക്ഷേപം. പരിപാടി എവിടെ നടത്തിയാലും തടയുമെന്ന് SFIയും KSUവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന നിയമസഭ നൽകിയ അധികാരങ്ങളെ ഗവർണർക്കുള്ളുവെന്നും സർവകലാശാലകളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർക്കില്ലെന്നും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ തീരുമാനം അങ്ങേയറ്റം തെറ്റാണ്. സ്വാതന്ത്ര്യ ദിനത്തിന്റെ ശോഭ കെടുത്തുമെന്നതിനാൽ കേരളം മുൻപ് തന്നെ ഇത് തള്ളിക്കളഞ്ഞതാണെന്നും മന്ത്രി പറഞ്ഞു. ചാൻസലർ പദവി ഉപയോഗിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പണം കൊണ്ടാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസുകളിലും വിഭജന ഭീതി ദിനം ആചരിക്കുവാൻ ആരെയും നിർബന്ധിക്കരുതെന്നും ഇത്തരം നടപടികൾ സമൂഹത്തിന്റെ ഐക്യവും സമാധാനവും ദേശാഭിമാനവും ഇല്ലായ്മ ചെയ്യാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സംസ്ഥാനത്തെ എല്ലാ സർവകലാശാല വിസിമാർക്കും അയച്ചു.